എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഫിൽഡ് ചപ്പാത്തിയാണ്. അപ്പൊ ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇപ്പോൾ പുതുതായിട്ട് പാചകത്തിലേക്ക് കടന്നു വരുന്ന പല കുട്ടികൾക്കും ചപ്പാത്തി കുഴയ്ക്കുന്നത്, അതായത് ആ കുഴയ്ക്കുന്നതിന്റെ പരുവം തെറ്റുന്നു, ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് സെക്കൻഡുകൾക്കകം ചപ്പാത്തി മാവ് എങ്ങനെ കുഴച്ചെടുക്കാം എന്നുകൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഇതേ മെഷർമെന്റ് തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ ആ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് റിപ്ലൈ തരണം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ അരയ്ക്കുന്ന ജാർ വേണം നമ്മൾ എടുക്കാനുള്ളത്. ഇതിലേക്ക് ഞാനിവിടെ ഇതുപോലെ 250 ml കപ്പാണ് 2 കപ്പ് ഗോതമ്പ് മാവ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ്. 2 കപ്പ് മാവിന് ഞാൻ അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുക്കുവാണ്. ഈ 1 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഫുള്ളാക്കി നമ്മൾ ഇതിലേക്ക് ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് പൾസ് ചെയ്ത് വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മളിത് പൾസ് ചെയ്ത് കുഴച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി അടച്ചിട്ട് ഒന്ന് പൾസ് ചെയ്യാം. വീണ്ടും നമ്മൾ അടപ്പ് തുറന്നിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും ഒന്ന് പൾസ് ചെയ്യണം. വീണ്ടും അടപ്പ് തുറന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതിപ്പോ ഈ സൈഡിലുള്ള മാവ് നമ്മൾ കൈകൊണ്ടൊന്ന് ഒതുക്കിയിട്ട് കൊടുക്കണം. വീണ്ടും കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പൾസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഉരുണ്ട് വരുന്നത്. ഓവറായിട്ട് മാവ് നമ്മൾ ഇതിലേക്ക് ഇടരുത്, എങ്കിൽ മിക്സിക്ക് പണി കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നും കൂടി ഇതൊന്ന് പൾസ് ചെയ്യും. പൾസ് ചെയ്യേ പാടുള്ളൂ കേട്ടോ. നിർത്തി വേണം പൾസ് ചെയ്യാനുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന് ഞാൻ ഇനി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഈ മാവ് ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുഴക്കണേ. ഇത് കണ്ടോ, നമുക്ക് മിക്സിയിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ ഈ മാവ് എടുക്കാൻ സാധിക്കും. ഇത് കണ്ടോ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഞാൻ പറഞ്ഞ പാകത്തിന് മാത്രമേ എടുക്കാവൂ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവിരിക്കുന്നത്. ഇതിനി നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് സാധാരണ പോലെ കുഴച്ചെടുത്താൽ മതി. ഒരുപാട് പേര് ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നവർക്ക് കുഴയ്ക്കുന്ന പരുവം തെറ്റുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരുപാട് മാവിട്ട് മിക്സിക്ക് പണി ഉണ്ടാക്കി എടുക്കരുത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നേരം നമ്മൾ ഇങ്ങനെ ഇട്ട് കുഴയ്ക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. കൈയൊക്കെ നല്ല ക്ലീനാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പിന്നെ ചൂടുവെള്ളമല്ല ഞാൻ എടുത്തത്, പച്ചവെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുത്തത്. എളുപ്പമല്ലേ ഇത്. ഇനി നമ്മളിത് ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം മാത്രമേ ചപ്പാത്തി തയ്യാറാക്കാവൂ. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിൽ ചപ്പാത്തി ശരിയാകത്തില്ല. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ ചപ്പാത്തി മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ടാണ് നമ്മൾ ഈ മസാലക്കൂട്ട് തയ്യാറാക്കുന്നത്. 2 മുട്ട മതിയാവും. ഇതിലേക്ക് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഒറിഗാനോയും. ഒറിഗാനോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത് ഓപ്ഷണലാണ് കേട്ടോ. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം.
ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കൂടുതലായിട്ട് വഴന്ന് വരാനൊന്നും വേണ്ട. ഇപ്പം നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുക്കും. ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇതൊന്ന് ഇളക്കിയെടുക്കണം. മുട്ട ചിക്കി എടുക്കത്തില്ലേ, അത് തന്നെയാണ് സംഭവം. ഇതിന് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഉള്ളി ഇടും. ഇപ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടും ഇത് കഴിക്കുമ്പോഴേക്ക്. അപ്പോൾ ഇതിവിടെ ചിക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഇത് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത്രയും മതിയാകും. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇതിനി ഒന്ന് തണുത്ത ശേഷമാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. നമ്മൾ ഈ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നും കൂടി ജസ്റ്റ് ഇതൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഉരുട്ടി പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളയാണ് ഉരുട്ടിയെടുക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈസിൽ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പം ഈ സമയം കൊണ്ട്, പരത്തുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി ചൂടാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. ടേബിൾ കൗണ്ടർ ഞാനിവിടെ നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. നമ്മൾ ഈ കുഴച്ച് ഉരുട്ടിയെടുത്ത ഈ മാവ് ഈ ടേബിൾ കൗണ്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് ഇതിൻ്റെ മീതെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ചപ്പാത്തി മാവ് പരത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ബലത്തിൽ പരത്തിയെടുക്കരുത്. വളരെ സോഫ്റ്റായിട്ട് മാത്രമേ അതിനെ കൈകാര്യം ചെയ്യാവൂ. ഇത്രയും മതിയാവും. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടായ പാനിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. ചെറുതായി ബബിൾസ് ഇതുപോലെ ചെറുതായിട്ട് വന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കും. ഇനി വീണ്ടും നമ്മളിത് മറിച്ചിട്ട് കൊടുക്കും. കണ്ടോ, ചപ്പാത്തി പൊങ്ങി വരുന്നത്. അപ്പം ഇതിനർത്ഥം ഈ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആണെന്നാണ്. അതുപോലെ തന്നെ പുൽക്ക പോലെ ഇത് പൊന്തി വരും. കണ്ടോ, അപ്പം ഞാനിതിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ടല്ലോ. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എല്ലാ സൈഡും നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണിത്. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഈ പരത്തിയ മാവ് ഞാൻ ഇതുപോലെ ഒരു പലകയിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടില്ലേ അത് വെച്ച് കൊടുക്കാം. ഒന്ന് പരത്തി വെച്ച് കൊടുക്കണേ. പിന്നെ ഞാനിവിടെ തക്കാളി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒലിവ് ഇവിടെ ബ്ലാക്കും ഗ്രീനും എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഈ ഒലിവ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഇത് മാത്രമായാലും മതിയാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1-2 ഒലിവ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ക്യാരറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതിയാകും. ഇതൊരു മോഡൽ ഞാൻ കാണിച്ചു തരണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ചെയ്യാം. അപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്, കുറച്ച് മല്ലിയില. ഇനി കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള മൊസറല്ല ചീസ് ഞാൻ കുറച്ച് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതും ഓപ്ഷണലാണ്. ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു ഇഷ്ടമായിരിക്കും. നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ കോണിൻ്റെ ഷേപ്പിലാണ് ഞാനിത് ഫോൾഡ് ചെയ്യുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചപ്പാത്തി മാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് സ്റ്റിക്കായി കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ഷേപ്പിൽ വേണോ നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. ഞാനിപ്പോൾ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
മറിച്ചിട്ട് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് അമർത്തരുതേ. ഫില്ലിംഗ് വെച്ചിട്ട് നമ്മളിത് തയ്യാറാക്കുമ്പോൾ എപ്പോഴും മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാൻ. തീരെ ലോ ആയി പോരുത്, മീഡിയം ആയി പോരുത്. വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചു വിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുട്ടികൾക്ക് നെയ്യോ ബട്ടറോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതില്ലാതെ നമുക്ക് ചുട്ടെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ നെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും അവർക്കിഷ്ടം. വീണ്ടും നമുക്ക് ഇത് റെഡിയാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറുഭാഗത്തും ആ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ഒരെണ്ണം മതിയാകും അവർക്ക് വൈകുന്നേരം വരെ വിശക്കാതിരിക്കാൻ. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്.